നമ്മൾ ഇവിടെ അടുത്ത കഴിഞ്ഞ ദിവസം വന്ന പാടത്തെ അവിടെ മോട്ടോറൊക്കകത്ത് പറക്കുഴിക്കകത്തുനിന്ന് വലയിട്ട് വലിക്കാമെന്നാണ്. അതിനകത്ത് ചെറിയ പള്ളത്തേയൊക്കെ നിൽപ്പുണ്ട്. ചിലപ്പം ഈ മോട്ടറിൻ്റെ കുഴിയായതുകൊണ്ട് ചിലപ്പോൾ ഇല്ലേ അതിനകത്ത് കരിമീനും കാണാൻ സാധ്യതയുണ്ട്. കൂളി ഓൾറെഡി ഉണ്ട് അതിനകത്ത്. പിന്നെ നമുക്ക് എത്ര ഏതാനും കിട്ടുമെന്ന് അറിയില്ല. നമ്മളെന്തായാലും വള്ളം ഓടി വന്നതുകൊണ്ട് നമുക്ക് അതൊന്ന് നോക്കാം ഇതിനു വേണ്ടി മീൻ കിട്ടുമെന്ന്. ഒരു ചെറിയ വീഡിയോ പെട്ടെന്ന് അങ്ങോട്ട് വലിച്ച് കയറിയാൽ മീനുണ്ടായാൽ ഉള്ളത് നമുക്ക് വലയിൽ കിട്ടും. നമുക്കത് നോക്കാം. ആ വീഡിയോ ആ മീൻ ഇതിനു വേണ്ടി ഉണ്ടെന്ന് നോക്കാം. ഈ ചവറിനകത്തൊക്കെ ശരി മീനാണ്. പക്ഷേ ഇതേലൊന്നും പണിയാൻ പറ്റത്തില്ല. കാരണം നടുക്ക വരെ വന്ന് കിടക്കുക. അവിടെ എല്ലാം പൊക്കമാണ്, പൊക്ക സ്ഥലങ്ങളാണ് ഇതെല്ലാം. എന്തായാലും നമുക്ക് നേരെ ആ പാടത്തോട്ട് പോകാം. പാടത്തോട്ട് ചെന്നിട്ട് നോക്കാം എന്ത് കിട്ടുന്നുണ്ടെന്ന്. സമയത്ത് അതെ പറക്കുഴി കോരിയാ കേട്ടോ. വയമ്പ ഈ കൊല്ലാതെ തന്നെ അതിന് മുന്നേ തന്നെ ഈ മറ്റേ കൊല്ലിക്കകത്ത് കെട്ടുവാണെങ്കിൽ ചെറുതെല്ലാം ഊരി പൊക്കണം. കണ്ണിക്കാണല്ലോ വയമ്പ്. കരിമല്ലോ വലക്കടിക്കറി ചത്തായിരിക്കും. നേരത്തെ വെച്ച വലയില്ലേ അതിൻ്റെ അടിക്കറി ചത്തായിരിക്കും. ഇതോടൊക്കെയാണ് ഓടിപ്പള്ളത്തി. കരിമ്പളത്ത് കയറിയെടുക്കും. ചെറു വേണ്ട കൈയുടെ താഴെ. തുറന്നു വെച്ചാൽ ചാടി പോവോ? എടാ അതെ ജീവനോടെ വെള്ളത്തിൽ കെട്ടിയിട്ടാ കൊല്ലി കെട്ടി എല്ലാം ഊരിപ്പോക്കോളും വലുത് ചെറുത് അല്ലേ. വള്ളത്തിര പെരുന്നാൾ. ചെറിയ വെള്ളത്തിൽ ഇഷ്ടം പോലെ ചെമ്മീനുണ്ടോ നിങ്ങൾ പറയണം? ഇല്ല നമുക്കൊരു കൈക്കാരുണ്ട് മാർക്കറ്റ് വരുന്നു. നമ്മൾ നേരെ ഒന്നും പറയണേ പറ്റുമോ? പിന്നെ ബോക്സ് ഉണ്ടെങ്കിൽ നേരെ ബോക്സ് എടുത്തിട്ട്
അല്ല ഇതേ തീരെ ചെറുത് കൊല്ലി കെട്ടിയിട്ട് കഴിഞ്ഞാലേ ആറ്റി കെട്ടിയിട്ട് ജീവൻ പോകുന്നതാണല്ലേ അവന്മാർ കൊല്ലി കൂടി ഊഴി നോക്കുള്ളൂ വലുത് മാത്രമേ കിടക്കത്തുള്ളൂ മറ്റേ ഈഴാങ്കേരി അത് പറ്റിയ ഇല്ലല്ല ഇല്ല അത് കറക്റ്റ് എവിടെ ആയിട്ട് ഏത് ഈഴാങ്കേരി ഇവിടുന്ന് തെക്കോട്ട് പോകുമ്പോ വള്ളത്തിലാണ് എന്തോ വളച്ചോണ്ടേക്കാണ് വയമ്പുണ്ട് വാ പെറുക്കണം വള്ളത്തിക്കടയില എവിടെ നിൽക്കണം ആ കിടപ്പുണ്ട് നെറ്റ് വെച്ച് കുടത്തിരിക്കുകയായിരുന്നു സ്ഥലം അതെ നെറ്റ് വെച്ച് വെള്ളമുണ്ടോ? ആ വയമ്പും കുഞ്ഞുങ്ങൾ 100 കൊണ്ട് കണ്ടോ വയമ്പോ പരല് വയമ്പ് അല്ല 100 കൊണ്ട് കണ്ടോ ഒന്ന് നോക്കാൻ ചോദിച്ചാൽ ആദ്യമായിട്ട് ഞാൻ ഇവിടെ പറ്റിയപ്പോൾ ഒന്ന് വന്നു വേറെ കണ്ടോ ഓടുന്ന ഫ്രണ്ടിലെ വയമ്പാണ് പിന്നെയും പിടിച്ച് നിന്നേനെ ഫ്രണ്ടിലെ നിൽക്കത്തില്ല ഇത് ഇതിനകത്ത് കിടക്കണാകുമ്പം കിടക്കില്ല ഇതും കുടിവെള്ളം പല ടൈപ്പ് കൂടി ഈ പരലാണോ അതല്ലല്ലോ വയമ്പ നല്ല വയമ്പ് വയമ്പ് ഇതിനകത്ത് ആകുമ്പോൾ ചിലപ്പോൾ ചാകാതെ കിടന്നെങ്കിൽ ഇത് കെട്ടിയിട്ട് നോക്കാം വലിയെടുത്ത വയമ്പ് കൊടുക്കില്ല നല്ല ദിവസം മോട്ടറിന്റെ ഫ്രണ്ടിൽ ഓടുന്നത് അത് ജീവനോടെ നിൽക്കത്തില്ലേ അത് കാറ്റ് എടുത്തോളൂ വയമ്പ ഈ വയമ്പിനൊരു ഭംഗിയുണ്ട് ഈ ചെതുമ്പൽ പോകുന്ന വയമ്പ് കൂടത്തില്ല ഇടുക്കലുള്ള വയമ്പ് നല്ല വയമ്പ് ഇത് കുഴപ്പമില്ല ഞാൻ ഒരെണ്ണം എടുത്തിട്ടാണ് ഒന്നും കാണും വള്ളത്തെ കുഞ്ഞുങ്ങളൊക്കെ വീഴുന്നുണ്ട് കേട്ടോ ഞാൻ വരയും കൊണ്ടാവും അന്നേരം വര വെച്ചിട്ട് നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മളിത് ഇവിടെ വെച്ച് വലയ്ക്ക് മൊത്തം വയമ്പായിരുന്നു ഒന്നും ചെയ്യണ്ടായിരുന്നു അത് ശരി ചൂടുണ്ടല്ലോ ഈ അപ്പൂപ്പനെ അപ്പൂപ്പന് വാളയ്ക്ക് ചൂണ്ട കെട്ടാൻ വേണ്ടി നമ്മൾ വയമ്പ് പിടിച്ചു കൊടുക്കുക നമ്മുടെ വലയില് അപ്പൂപ്പന് നാളെ വാള കിട്ടട്ടെ അധികമൊന്നും ഇല്ലാലും നല്ലൊരു വാള ഒരെണ്ണം കിട്ടിയ തച്ച ഒരെണ്ണം കിട്ടിയ തച്ച എല്ലാരും ഓർക്കും ചൂണ്ട കെട്ടാൻ നേരത്തെ എല്ലാ ചൂണ്ടയിലും വാള പിടിക്കാൻ ചില സമയമാണെങ്കിൽ അല്ലേ സമയം നല്ലതാണെങ്കിൽ എല്ലാത്തിലും കിട്ടും അപ്പൊ അവൻ തുളി മതിയാ തുളി മതിയാ വലയിട്ടേക്ക് വന്നിട്ട് അവിടെ ഇനി എടുക്കാത്ത മീൻ ശകലം ഇത് തന്നു വല ഇങ്ങോട്ട് തന്നാൽ മതിയല്ലേ അയ്യോ എന്നാ വല ഇങ്ങോട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വലക്കാത്തോട്ട് പെറുക്കി കിട്ടുന്നത് അത് കൊണ്ടിടും മീശേ ഓ കണ്ണിക്ക് ഉടക്കി കിടക്കുക നല്ല കരിമീൻ നമ്മളാ പറക്കുഴി പോലെ കേട്ടോ നമ്മൾ ആ ഇടിച്ചനക്കയിലും കൂടുതൽ കരിമീൻ ഉണ്ടായിരുന്നല്ലേ ഇപ്പൊ അത് വലിയൊരു മീനെ കിട്ടിയത് മറ്റേ ആ പെറുകിട്ട് എടുത്തായിരുന്നു നേരത്തെ കറക്കിട്ട് എന്തോ കരിമീൻ അവിടെ അതവിടെ കിടപ്പുണ്ട് എടുത്തില്ല അത് ഇല്ല
പറ്റിയെങ്കിൽ കേട്ടോ. ഒറ്റ ഇതിനേക്കാളും വലുതാകത്തില്ലല്ലേ?